വിശപ്പിൻ്റെ വിളി, ഹോ, അതൊരു വല്ലാത്ത വിളിയാണ്. വിശന്നാപ്പിനെ കണ്ണു കാണില്ല. വിശപ്പ് ഒരാമാശയ പ്രശ്നമായി കൊണ്ടു നടക്കുന്ന കേരള കോൺഗ്രസ്സുകാർക്ക് അത് കുറച്ച് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ മുൻ കേരള കോൺഗ്രസ് നേതാവ് പൂഞ്ഞാറിൻ്റെ പുണ്യാളൻ PC ജോർജ് MLA റൂമിലേക്ക് ആഹാരം എത്തിക്കാൻ വൈകിയ ഹോട്ടൽ ജീവനക്കാരനെ MLA ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ചുവെന്ന് പരാതി വരുമ്പോൾ എന്ത് കരുതണം? എന്തായാലും ഗൂഢാലോചനയൊന്നുമില്ലാത്ത ഒരു ആരോപണമാണ് PC ജോർജിനെതിരെ ഉയർന്നിരിക്കുന്നത്. ആ വിശന്നിരിക്കുന്ന കുടവേരൽ തടവി ജോർജ് അച്ചായൻ ആവർത്തിച്ചു പറയുന്നു, താൻ ആരെയും തല്ലിയിട്ടില്ലെന്ന്. പലതരം ആരോപണങ്ങൾ നേരിട്ട PC ഇതാദ്യമായാണ് വിശപ്പിൻ്റെ പേരിൽ വെട്ടിലാകുന്നത്. ഈ മൊട്ടത്തലേനെ മൊട്ടത്തലക്കിട്ട് കൊടുക്കില്ല. PC ജോർജിന് ചില ഗുണങ്ങളുണ്ട്. മാർക്കിടേണ്ടത് ജനങ്ങളാണ്. നെഞ്ചിൽ തിരതല്ലും താളം അസുരതാളം, താളത്തിലാടാൻ കൂട്ടിൻ അസുരഗാണം. PC ജോർജിന്റെ ഈ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. നമ്മളെ പേടിപ്പിക്കരുത്, ഞാൻ പാവം. PC ജോർജ് എല്ലാ കാലഘട്ടങ്ങളിലും നിന്നടം തോണ്ടിയ ആളാണ്. അച്ഛനെ പാര വെച്ചോനാണ് സാധനം. പിന്നെ വർത്താനം പറയും. ഇത്തരം പരിപാടികളിൽ നിന്ന് PC ജോർജ് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് സ്വയം നന്നാകാൻ നോക്കുക, എന്നെ നന്നാക്കണ്ട, ഞാൻ നന്നായി ആയിരിക്കും. എന്താടി ഒരു നാറ്റമേ? അലമാരി വൃത്തിയാക്കുന്നതാ. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റം കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. അയ്യോ, അയ്യോ, കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. ആ കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്തു തൂക്കു പോ. അയ്യോ, എനിക്ക് വിശക്കുന്നേ. ഓടാ അവിടുന്ന്. പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. എന്താ ഇത്? ഇതാ ചാപ്പാട്. എന്താ വേണ്ടേ? അയ്യോ, എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ. അല്ല, ഞാൻ ചെന്നതും പുള്ളി കൗണ്ടറിൽ ഇരിക്കുന്ന ലേഡിയായിട്ട് ചീത്ത വിളിക്കുക. എടി മൂദേവി, ഞാൻ കൊരകനല്ലടി, ചിമ്പൻസിയാണ്, ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെയ്ത് കീറും. അപ്പോഴത്തേക്ക് എന്നെ കണ്ടതും ഫോൺ കട്ട് ചെയ്ത് പിന്നെ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ സാറേ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ നീ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവിടെ തിരക്കായി പോയത് കൊണ്ടാണ് താമസിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് വെച്ചാൽ വീണ്ടും മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, എന്നിട്ട് തന്നെ അടിച്ചു. ശരിക്കും എന്താണ് സംഭവിച്ചത്? MLA ഹോസ്റ്റലിൽ അച്ചാൻ ഇങ്ങനെ വിശന്നിരിക്കുന്നു. അപ്പോൾ ഇതേ വന്നിട്ടുണ്ട്, നിങ്ങൾ ചോറ് കൊടുത്തു വിട്ടോ, നല്ല കക്ഷിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവനെപ്പോഴുള്ളവരെയാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും നിങ്ങൾക്ക് കിട്ടാനില്ലേ ജോലിക്ക്? നിങ്ങൾ ചോറ് കൊടുത്തിട്ട് ഇത്ര താമസിച്ചിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവനവിടെ അങ്ങ് നിന്ന് എൻ്റെ നേരെ ഒരു ഏണ്ടാണ് ചെകുത്താൻ നോക്കുന്ന വരെ എന്നെ ഞാൻ മിണ്ടാൻ പോയില്ല. ഞാൻ ആകെ അവിടെ, നീ അവിടെ കൂടെ ചോറ് ഇടാൻ പോയി. അവിടെ അങ്ങനെ കഴിച്ചു അപ്പറേ ചോറ് വെക്കുന്നു പോയി. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ആയിട്ട് ചോറിനാൻ ചെന്നപ്പോഴും ഇവനവിടെ നിൽപ്പുണ്ട്. ഇറങ്ങി പോയിട്ടില്ല. നോക്കിയപ്പോൾ 4 പേരുടെയും കൂടാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു പിയുടെ ഉണ്ട്, എൻ്റെയും പിയുടെയും വേറെ 2 പേരുടെയും ചോറിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിച്ചു എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇവനെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാഞ്ഞത്. ഞാൻ നീ ബാക്കി 2 ചോറ് എവിടെ കൊണ്ട് കൊടുക്കാനുള്ള എടുത്തോണ്ട് പോടാ, വേഗം കൊണ്ടുപോടാന്ന് തോന്നി. അപ്പോൾ ഇവൻ അവിടെ നിന്ന് കറി കുറവാണ് എന്നോട് പറയരുതെന്ന്. കറി കുറവാണ്. ഞാൻ ഈ കറിയുടെ കുറവ് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? അത് എനിക്ക് അത്ഭുതം തോന്നി. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. എന്നിട്ട് അവനിറങ്ങി ഈ 2 ചോറും എടുത്തോണ്ട് അവൻ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ നോക്കാനേ പോയില്ല. അയ്യോ, എനിക്ക് വിശക്കുന്നേ. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും, നോക്കിക്കോ. അല്ല ചായ, ഇപ്പോൾ വിശപ്പൊക്കെ മാറിയ സ്ഥിതിക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഏത് ചോദ്യം വേണം ചോദിക്കാം, എൻ്റെ തന്തയ്ക്ക് മാത്രം പറയാം. അങ്ങ് UDF-ലായിരുന്ന സമയത്ത്
MLA ഹോസ്റ്റലിൽ കൃത്യസമയത്ത് ചോദിക്കുമ്പോൾ ഫുഡ് കിട്ടുമായിരുന്നു. ആ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, ഞാൻ നിഷ്പക്ഷനാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അങ്ങ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് കണ്ടാൽ ബാക്ക് പാസ് കിട്ടിയ മെസ്സി ഫുട്ബോളും കൊണ്ട് പോകുന്ന പോലെ മനോഹരമാണെന്നാണ് KM മാണി സാർ പറയുന്നത്. ഇത് ശരിയാണോ? അതിരിക്കട്ടെ, കാര്യം പിണക്കമാണെങ്കിലും KM മാണി സാർ കൃത്യസമയത്ത് ഊണുമായി വന്ന് വിളിച്ചാൽ ഇപ്പോഴും പോകുമോ അച്ചായ? തീർത്തും. എന്താ വിഷയം? ഇപ്പൊ ഫോണിൽ വിളിച്ചാൽ ഓടിച്ചില്ലും. സംശയം. ശരി, നമുക്ക് നിർത്താം. അങ്ങയുടെ നാട്ടിൽ ഒരു സ്കൂളിൽ വിശന്നിരിക്കുന്ന പിള്ളേർക്കെല്ലാം ബിരിയാണി വാങ്ങിക്കൊടുത്ത കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്? പൂഞ്ഞാർ ഹയർ സെക്കൻഡറി SME ഹയർ സെക്കൻഡറി സ്കൂളുണ്ടായ സംഭവം. അവിടെ 10ാം ക്ലാസ്സിൽ വിജയ് 29 ജനുവരി എന്നാ കാണിച്ചാൽ അതേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നു. പിള്ളേർ 1800ഓളം പിള്ളേർ ഇങ്ങനെ നിരന്നിരിക്കുക, ആൺപിള്ളേരും പെൺപിള്ളേരും. അപ്പോൾ ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ഏറ്റിരിക്കാൻ പറഞ്ഞു. എല്ലാം ഏറ്റ് 140 ഏറ്റ്. ഈ വർഷം ജയിക്കുമെന്ന് ഉറപ്പുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. ഒരെണ്ണം ഇരുന്നില്ല. ചേടാ, എന്നാൽ തോക്കുമെന്ന് ഉറപ്പുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. ഒരെണ്ണം ഇരുന്നില്ല. ചേടാ, ഇത് കുഴപ്പമില്ലേ? ഞാൻ അരിച്ചപ്പെട്ട് അഭിനയിച്ചു. എനിക്ക് ഈ കോളസ് മൈക്ക് എടുത്ത് അങ്ങോട്ട് ചെന്നു. മര്യാദ കെട്ട പരിപാടി കാണിക്കും ഒരു MLAയോട്. നിങ്ങളുടെ അപ്പൻ്റെ സാധനമില്ല എനിക്ക്. നിങ്ങൾ ജയിക്കുമോ തോക്കുമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജയിക്കണം അല്ലെ തോക്കണം. അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കുക, എല്ലാം ഏറ്റ് നിൽക്കുക. എന്ത് മര്യാദ എന്ന് ചോദിച്ചു. അങ്ങനെ വലതുവശത്ത് വെങ്കൊച്ച അങ്ങളെ ജയിക്കാനും തോക്കാനും സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വിവരം മനസ്സിലായി. ഞാൻ നേരെ സ്റ്റേജിലോട്ട് കയറുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിലൊരു ബെറ്റ്. നിങ്ങൾ ജയിച്ചാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ പിള്ളേർക്കും കോഴി ബിരിയാണി. ഭയങ്കര കഴി. പഠിപ്പിക്കുന്ന സാറന്മാർക്കും കോഴി ബിരിയാണി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, അപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിനും കോഴി ബിരിയാണി. പക്ഷെ ഒരു കണ്ടീഷൻ, മുഴുവൻ പേരും ജയിക്കും. 100% വിജയിക്കണം. എല്ലാവർക്കും കോഴി ബിരിയാണി. പഠിപ്പിക്കുന്ന സാറന്മാർക്കും ബിരിയാണി. നിങ്ങൾ 100% ജയിച്ചില്ലെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം ചെയ്യും. നിങ്ങൾ 140 എണ്ണം കൂടെ പറഞ്ഞു. ഒരു ചായ മേടിച്ച് അത് നിങ്ങളെല്ലാം കൂടെ ചുവന്ന് എനിക്ക് കൊണ്ടുതരണം. ഇതാണ് എൻ്റെ പന്തായം. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാവോ? 98% പിള്ളേരങ്ങ് ജയിച്ചു. ഞാൻ കോഴിബിരിയാണി കൊടുത്തു. 2% പൊക്കോട്ടെ. 29 98 ഒറ്റ കുതിച്ചാട്ടമുണ്ടായി. അതാണ് PC. ആഹാരത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്.